السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കലാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുന്ന ഈ പരിശ്രമം നമ്മെ ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ഒരു കാരണമായി തീർക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ആരംഭിക്കാനുള്ളത് പുതിയൊരു സൂറത്താണ്. സൂറത്തു തക്വീർ എന്ന അമ്മ ജുസ്ഇലെ നബയിൽ നിന്ന് ഇങ്ങോട്ട് 4-ാമത്തെ സൂറത്താണിത്. ഖുർആനിലെ 81-ാമത്തെ അധ്യായം. ആദ്യം നമുക്ക് ഖുർആൻ ഒന്ന് വായിച്ചു നോക്കാം, ഓതി നോക്കാം. എല്ലാവരും ഒരു തവണ കൂടെ ഓതിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം. മുസ്ഹഫ് എടുത്തിട്ടോ അല്ലെങ്കിൽ കയ്യിലുള്ള മൊബൈലിലുള്ള മുസ്ഹഫോ ഉപയോഗപ്പെടുത്തി നോക്കാവുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കൂടെ ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا الشمس كورت وإذا النجوم انكدرت. അവിടെ വന്ന സമയത്ത് അന്നുജൂമ് കഴിഞ്ഞ് ഇൻകദറത്ത് എന്നാണ്. ആ നൂന് നമുക്കറിയാം, അത് മറച്ചുകൊണ്ടാണ്, നമ്മൾ ഇഖ്ഫാ ചെയ്തുകൊണ്ടാണ് ഓതുക. നൂന് നമുക്ക് വെളിയിൽ കേൾക്കുകയില്ല. وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت. ആ നൂനും അതേപോലെ തന്നെയാണ്. അത് നൂനിന് ശേഷം ബാ ആണ് വരുന്നതെങ്കിൽ അവിടെ ഇഖ്ലാബ് എന്ന് പറയും. ആ നൂനിനെ നമ്മൾ ഒരു മീമായിട്ടായിരിക്കും ഉച്ചരിക്കുക. ജംബ് എന്നാണ് പറയുക. ജൻബ് എന്ന് പറയുന്നതിന് പകരം ഒരു മീം ആയി മാറും. നൂനിനെ നമ്മൾ മീമാക്കി മാറ്റും. ബിഅയ്യി ദംബിൻ ഖുതിലത് വഇദ സ്സുഹുഫു നുശിറത് വഇദ സ്സമാഉ കുശിതത് وإذا الجحيم سعرت وإذا الجنة أزلفت. എവിടെയെങ്കിലും നൂനോ മീമോ ഷദ്ദിട്ടതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഒന്ന് ഗുന്നത്ത് ചെയ്യണം, ഒന്ന് മണിക്കണം എന്ന് പറയും. നമ്മൾ ജന്നത്തു എന്ന് പറയുന്നതിന് പകരം, അല്ലെങ്കിൽ മിമ്മ എന്ന് പറയുന്നതിന് പകരം മിമ്മ ജന്ന, ആ ഒരു മണിക്കൽ അവിടെ ഉണ്ടാകും. وإذا الجنة أزلفت علمت نفس ما أحضرت. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തഫ്സീർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഓതാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നു, ഇദ ശംസു കുവിറത്ത്. ഇദ ശംസു കുവിറത്ത്. ഈ ആദ്യത്തെ ആയത്തിൽ കുവിറത്ത് എന്ന് പറയുന്ന വാക്ക് വന്നതുകൊണ്ടാണ്
അതിൻ്റെ ക്രിയാനാമമായ അതിൻ്റെ മസ്ദറായ തക്വീർ എന്നുള്ള വാക്ക് ഈ സൂറത്തിന് വരാനുള്ള കാരണമായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിലെ ഭയാനകമായ സംഭവം വിവരിക്കുകയാണ് ഈ സൂറത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും, മൻ സർറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ, ആർക്കെങ്കിലും പരലോകം കാണണം, ആർക്കെങ്കിലും ഖിയാമത്ത് നാൾ അത് സംഭവിക്കുന്നത് കാരണം കഅന്നഹു റഅയു ഐനിൻ, നേർക്ക് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ കാണണമെന്നുണ്ടെങ്കിൽ ഫൽയഖ്റ ഇദ ശംസു കൂവിറത്ത് വ ഇദ സമാഉ ഫതറത്ത് വ ഇദ സമാഉ ഷഖത്ത്. 3 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതിൽ ഒന്നാമത്തെ സൂറത്തിലാണ് നമ്മളുള്ളത്. കാരണം ഈ 3 സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരാൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് പോലെ വളരെ കൃത്യമായി ഓരോ രംഗങ്ങളും വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ആയത്തുകൾ വളരെ ഗൗരവത്തിൽ നമ്മളൊക്കെ നാളെ കാണേണ്ടി വരുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് പറയുന്ന എന്ന ബോധ്യത്തോടു കൂടി ഇത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദ ശംസു കുവ്വിറത്ത്, സൂര്യൻ ചുറ്റിപ്പൊതിയപ്പെടുമ്പോൾ എന്നാണ് പറയുന്നത്. ഖിയാമത്ത് നാളിൽ സൂര്യന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ, അത് ചുറ്റിപ്പൊതിയപ്പെട്ട് അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കും. ഇന്ന് കത്തിജ്വലിക്കുന്ന ഈ സൂര്യൻ്റെ വെളിച്ചം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കെടുത്തിക്കളയുന്നതായിരിക്കും. അങ്ങനെ അതിൻ്റെ വെളിച്ചം നഷ്ടപ്പെട്ടുകൊണ്ട് അത് ചന്ദ്രനുമായി കോർത്തിണക്കപ്പെട്ട് അത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായിരിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഖിയാമയിൽ വജുമി അശ്ശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സൂര്യനെയും ചന്ദ്രനെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഹിക്മത്തായി പറഞ്ഞിട്ടുള്ളത്, കാരണം ഇവയെല്ലാം ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ദുനിയാവിലുണ്ടായിരുന്നു. അവർക്കുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഇപ്രകാരമാണ്: അവർ ആരെയാണോ ആരാധിച്ചിരുന്നത് അതിനെ അവർ അവിടുന്ന് പിന്തുടരുകയും അങ്ങനെ ആരാധിക്കപ്പെട്ട വസ്തു അത് നരകത്തിലേക്ക് അല്ലാഹു തആല വലിച്ചെറിയുകയും അതിൻ്റെ പിന്നാലെ അതിനെ ആരാധിച്ചവരായ ആ ആളുകളും ആ നരകത്തിലേക്ക്, കത്തിയാളുന്ന നരകത്തിലേക്ക് അവരെത്തുകയും ചെയ്യും. അങ്ങനെ അവർക്ക് അവിടുന്ന് നേർക്കണ്ണിൽ തിരിച്ചറിയാൻ സാധിക്കും. അവർ ദുനിയാവിൽ ഏതൊരു വസ്തുവിനെയാണോ ആരാധിച്ചത്, ഏതൊരു ബിംബത്തെയാണോ ആരാധിച്ചത്, സൂര്യനെയും ചന്ദ്രനെയും എല്ലാം അവർ ആരാധിച്ചു, ഇതിനൊന്നും നമുക്കൊരു രക്ഷയും നൽകാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മളെ നരകത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തത് എന്ന് യഥാർത്ഥ രൂപത്തിൽ ബോധ്യപ്പെടുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. മനുഷ്യന്മാർ ദുനിയാവിൽ ആരാധിക്കുന്നത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്നത് 3 വിഭാഗം ആളുകളെയാണ്, അല്ലെങ്കിൽ 3 വിഭാഗത്തെയാണ്. ഒന്ന് സിൻഫുൻ ഇബാദുൻ സാലിഹൂൻ, സാലിഹീങ്ങളായ ആളുകളെ മനുഷ്യന്മാർ ആരാധിക്കാറുണ്ട്. അമ്പിയാക്കളെ, സ്വാലിഹീങ്ങളെ, ശുഹദാക്കളെയൊക്കെ ആളുകൾ ആരാധിക്കാറുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർ ഈ ഒരു കുഫറിനെ, ഈ ഒരു ഷിർക്കിനെ ഈ ആരാധിക്കപ്പെടുന്ന അമ്പിയാക്കളോ സാലിഹീങ്ങളോ ശുഹദാക്കളോ ആരും തൃപ്തിപ്പെടുന്നതല്ല, അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ട് അവരെ ആരാധിക്കുന്ന ഈ ആളുകൾ നാളെ നരകത്തിലേക്ക് പോകുന്നതായിരിക്കും. പക്ഷേ ആരാധിക്കപ്പെടുന്ന ഈ ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള സ്വർഗത്തിലേക്കും പോകുന്നതായിരിക്കും. അവർ സ്വർഗത്തിലേക്കായിരിക്കും. എന്നാൽ ഈ ആരാധിച്ചവർ അവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാണ്. കാരണം അവർ ഭൂമിയിൽ ശിർക്ക് ചെയ്തവരാണ്. രണ്ടാമത്തെ വിഭാഗം ആരാധിക്കപ്പെടുന്നത് സിൻഫുൻ ലാ യർളാ വലാ യക്റഹ്, അവരെ ആരാധിക്കുന്നത് അവർ തൃപ്തിപ്പെട്ടിട്ടുമില്ല, എന്നാൽ അവർ വെറുത്തിട്ടുമില്ല. ഏതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ സൂര്യനെയും ചന്ദ്രനെയൊക്കെ പോലെയുള്ളത്. കാരണം അതിനങ്ങനെ ഒരു വസ്തുവില്ല, അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിന് ഒരു കാര്യത്തെ തൃപ്തിപ്പെടുത്താനോ ഒരു കാര്യം തൃപ്തിപ്പെടാനോ ഒരു കാര്യം വെറുക്കാനോ ഒന്നും സാധിക്കുന്നതല്ല. അക്കൂട്ടരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടിനെയും എന്തു ചെയ്യും? അല്ലാഹു തആല നരകത്തിലേക്ക് പറഞ്ഞയക്കും, നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുള്ളതാണ്. കാരണം ആ നരകത്തിൽ കഴിയുന്ന ആളുകൾക്ക് അതൊരു ശിക്ഷയായിക്കൊണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വസ്തുക്കളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ആ നരകത്തിൽ കഴിയുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അത് വർദ്ധിപ്പിച്ച് കിട്ടാനാണ്. ഇതിനെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നുള്ളത്. മൂന്നാമത്തെ വിഭാഗം സഹോദരങ്ങൾ, ആരാധിക്കപ്പെടുന്നവരിലെ മൂന്നാമത്തെ വിഭാഗം, അവർ യർളാ ബിൽ കുഫ്രി വ യർളാ ബി അൻ യുഅബദ മിൻ ദൂനില്ലാഹ്, അവർ ആ കുഫ്റിനെ
തൃപ്തിപ്പെടുന്നവരാണ്. അള്ളാഹുവിന് പുറമെ അവർ ആരാധിക്കപ്പെടുന്നതിനെ അവർ തൃപ്തിപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർ അവരും ആ താഗൂത്തുകൾ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആ വസ്തുക്കൾ, ആ മനുഷ്യർ ആരാകട്ടെ അവരും അവരാരാധിച്ചവരും രണ്ടുപേരും ഒരുപോലെ അവർക്കുള്ള ശിക്ഷയായിക്കൊണ്ട് പരലോകത്ത് വെച്ച് നരകത്തിൽ വലിച്ചെറിയപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് സൂര്യൻ ഇദശംസ് കൂവിറത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, സൂര്യൻ അതിൻ്റെ വെളിച്ചം മങ്ങുകയാണ്, അത് ചുറ്റി പൊതിയപ്പെടുകയാണ്, അതുപോലെ അത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അതിൻ്റെ കാരണം ഇതാണ്. പിന്നീട് അള്ളാഹു തആല പറഞ്ഞത് വഇദൻ നുജൂമു കദറത്. വഇദൻ നുജൂം, നജ്മ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമാണ് അന്നുജൂം. ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങൾ ഇൻകദറത്, അത് ആകാശത്ത് നിന്നും ഉതിർന്നു വീഴുമ്പോൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇന്നത് ആകാശത്ത് തൂക്കിയിട്ടതുപോലെയാണ്, ഒരു മുഅല്ലഖത്തായി തൂക്കിയിട്ടതുപോലെ നക്ഷത്രങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ വലിപ്പമുള്ള നക്ഷത്രങ്ങളാണ്. എന്നാൽ ആ നക്ഷത്രങ്ങളെല്ലാം തന്നെ ഖിയാമത്ത് നാളിൽ അത് താഴെ കുതിർന്നു വീഴുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വഇദൻ നുജൂമു കദറത്, ആ നക്ഷത്രങ്ങൾ ഓരോന്നോരോന്നായി അത് ഭൂമിയിലേക്ക് പതിക്കുന്നതാണ്. വഇദൽ ജിബാലു സുയ്യിറത്, ജിബാൽ എന്ന് പറഞ്ഞാൽ ജബലിൻ്റെ ബഹുവചനമാണ്, പർവ്വതങ്ങളാണ്. അത് സുയ്യിറത്, അത് സഞ്ചരിപ്പിക്കപ്പെടുമ്പോൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. കാരണം ജിബാലുകൾ അത് കടഞ്ഞെടുത്ത കൽ ഇഹ്നിൽ മൻഫൂഷ് എന്ന് അള്ളാഹു തആല പറഞ്ഞതാണ്. അത് കടഞ്ഞെടുത്ത രോമങ്ങൾ പോലെ ആയിത്തീരും. അതുപോലെ തന്നെ അത് കാറ്റത്ത് പാറിപ്പോകുന്ന പൊടിപടലങ്ങൾ പോലെ പർവ്വതങ്ങളായിത്തീരും. അങ്ങനെ പർവ്വതങ്ങളെല്ലാം തന്നെ ദക്കൻ ദക്ക, അതെല്ലാം പൊടിഞ്ഞ് ഒന്നും ബാക്കിയാകാത്ത അവസ്ഥയിൽ പർവ്വതങ്ങൾ ഉണ്ടാകും. അതങ്ങനെ അതിൻ്റെ സ്ഥാനത്ത് നിന്നും സഞ്ചരിക്കുന്നതായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സഞ്ചരിപ്പിക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൂര്യനെയും അള്ളാഹു തആല നക്ഷത്രത്തെയും പർവ്വതങ്ങളെയും എല്ലാം ഉറച്ചു നിൽക്കുന്ന ഈ അള്ളാഹുവിൻ്റെ പടപ്പുകളെല്ലാം തന്നെ അത് അതിൻ്റെ സ്ഥാനം തെറ്റും, അതിൻ്റെ നിയന്ത്രണം വിട്ടുപോകും. അതെല്ലാം അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്നും അത് താഴെ വീഴുന്നതാണ്, ഉതിർന്നു വീഴുന്നതാണ്. ഉറച്ചു നിന്നിരുന്ന പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങൾ എപ്രകാരമാണ് ഉറച്ചു നിന്നത് എന്ന് കഴിഞ്ഞ സൂറത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ സ്ഥാനം വിട്ടു പോകുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പിന്നീട് നോക്കൂ, വഇദൽ ഇശാറു ഉത്തിലത്. വഇദൽ ഇശാറു ഉത്തിലത്, ഇശാർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ഗർഭിണികളായ ഒട്ടകത്തിനാണ് ഇശാർ എന്ന് പറയുന്നത്. ഉത്തിലത് എന്ന് പറഞ്ഞാൽ അതിനെ അവഗണിക്കപ്പെടുമ്പോൾ എന്നാണ് അർത്ഥം. അത് അറബികൾക്ക് കൃത്യമായി മനസ്സിലാകുന്നൊരു ഉദാഹരണമാണ്. കാരണം ഒട്ടകങ്ങൾ എന്ന് പറയുന്നത് തന്നെ അറബികളുടെ വലിയൊരു സമ്പത്തായി കണക്കാക്കുന്ന കാര്യമാണ്. അതിൽ തന്നെ ഒരു ഒട്ടകത്തിന് പൂർണ്ണ ഗർഭമെത്തിയാൽ, അൽ ഇശാർ എന്ന് പറഞ്ഞാൽ 10 മാസം ഗർഭമുള്ള ഒട്ടകത്തെയാണ് പറയുക. അങ്ങനെ 10 മാസം ഗർഭമെത്തിയ ഒട്ടകത്തെ സംബന്ധിച്ചിടത്തോളം, അതിനെ നോക്കുന്ന ഒട്ടകത്തിൻ്റെ ആളെ സംബന്ധിച്ചിടത്തോളം ഏത് നേരവും അത് പ്രസവിക്കുമെന്നുള്ള ചിന്തയാൽ അതിനെ പരിഗണിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. കൂടുതൽ പരിഗണിക്കുമെന്നാണ്. ഒരു ദിവസം തന്നെ ഒന്നിലധികം പ്രാവശ്യം അവർ വന്നുകൊണ്ടേ നോക്കും, അത് പ്രസവിക്കാനായിട്ടുണ്ടോ, അതിനെന്തെങ്കിലുമൊക്കെ പ്രസവം ആരംഭിക്കാനായിട്ടുണ്ടോ എന്ന് ആവർത്തിച്ച് അവർ നോക്കുന്ന, അങ്ങേയറ്റം പരിഗണിച്ചിരുന്ന ഒരു വസ്തുവായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. അങ്ങനെയുള്ള അങ്ങേയറ്റം പരിഗണിക്കപ്പെടുന്ന, മനുഷ്യൻ ഏറ്റവും വലിയ വില കൊടുത്തിട്ടുള്ള ഈ പൂർണ്ണ ഗർഭമെത്തിയ ഒട്ടകങ്ങൾ വരെ ആർക്കും നോക്കാൻ സാധിക്കുന്നില്ല. ഉത്തിലത്, അത് അവഗണിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? മനുഷ്യനേറെ പ്രിയമായി വെച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ദുനിയാവിന് വേണ്ടിയിട്ടാണോ അവൻ ഈ ആഖിറത്തിനൊക്കെ മറന്നത്, ആ ആഖിറത്ത് ആരംഭിക്കുന്ന സമയത്ത് ഈ ദുനിയാവ് അവന് നോക്കാൻ സാധിക്കുന്നില്ല. അവൻ്റെ ആഖിറത്തിനെ മറപ്പിച്ചു കളഞ്ഞ ഈ ദുനിയാവിനെ അവൻ മറന്നു പോവുകയാണ്. അവനത് ആസ്വദിക്കാനോ അതിൻ്റെ വില മനസ്സിലാക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അത് അവൻ്റെ കൺമുന്നിൽ അങ്ങനെയുള്ള വില കൂടിയ സമ്പത്തുകളുണ്ട്. ഷെയ്ഖ് നാസർ അബ്ദുറഹ്മാൻ നാസർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇതിനോട് മനുഷ്യൻ മറ്റു സ്വരുക്കൂട്ടി വച്ചിരിക്കുന്ന മറ്റു വില കൂടിയ സമ്പത്തുകളുമെല്ലാം ഇതിനോട് ഖിയാസാക്കാവുന്നതാണ് എന്നാണ്. മനുഷ്യൻ ഇന്ന് വില കൂടിയ കാറുകൾ ഉണ്ടാകും, വലിയ കാറുകൾ, വലിയ ഭവനങ്ങൾ, അങ്ങനെ അവൻ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരുപാട് അവൻ്റെ കയ്യിലുള്ള വസ്തുക്കളുണ്ടാകും. ഇതൊന്നും നോക്കാനുള്ള അവസരമില്ല ഖിയാമത്ത് നാളിങ്ങനെ ആരംഭിച്ചു കഴിഞ്ഞാൽ. ഖിയാമത്ത് നാൾ ആരംഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അവൻ്റെ വില കൂടിയ സൗധങ്ങളോ വില കൂടിയ കാറുകളോ അവൻ അങ്ങനെ വില കൂടിയതായി വളരെയധികം പരിഗണിച്ചു വച്ചിരുന്ന ഒന്നും അവന് നോക്കാൻ സാധിക്കുകയില്ല. ഈ ബേജാറിൽ അവൻ നെട്ടോട്ടം ഓടുകയായിരിക്കും. അപ്പം അതിനൊരു ഉദാഹരണമായി അറബികൾ വളരെയധികം വില കൂടിയ വസ്തുവായി കണ്ട പൂർണ്ണ ഗർഭിണികളായ ഒട്ടകത്തെ ഉദാഹരണ സഹിതം പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദൽ ഇശാറു ഉത്തിലത്, പൂർണ്ണ ഗർഭിണികളായ ഒട്ടകങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
പിന്നീട് പറയുന്നു വ ഇദൽ വുഹൂഷു ഹുഷിറത്ത്. വുഹൂഷ് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളാണ്. വഹ്ഷിയായ വന്യമൃഗങ്ങൾ അത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇദൽ വുഹൂഷു ഹുഷിറത്ത് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ വന്യമൃഗങ്ങളുടെ അടുക്കലേക്ക് പോകാറില്ല. വന്യമൃഗങ്ങൾക്ക് മനുഷ്യരെയും പേടിയായിരിക്കും, മനുഷ്യർക്ക് വന്യമൃഗങ്ങളെയും പേടിയായിരിക്കും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേടിച്ച് ഒരുമിച്ച് കൂട്ടാൻ സാധിക്കാത്തതായ രൂപത്തിലാണ് ഉണ്ടാവുക പൊതുവെ. അപ്പം അങ്ങനെയുള്ള വന്യമൃഗങ്ങളെല്ലാം തന്നെ മനുഷ്യരോടൊത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും ആ മഹ്ശറയുടെ ഭൂമിയിൽ. അങ്ങനെയാണ് ഉണ്ടാവുക. വന്യമൃഗങ്ങളും അവരും പേടിച്ചിരിക്കുകയാണ്. കാട്ടിലുള്ള വലിയ വലിയ വന്യമൃഗങ്ങൾ അവരും ഈ ഖിയാമത്ത് നാളിൻ്റെ രംഗങ്ങൾ കണ്ട് പേടിച്ചുകൊണ്ട് അവർ മനുഷ്യരോടൊപ്പം ഉണ്ടാകും. മനുഷ്യർക്ക് ആ വന്യമൃഗത്തിൻ്റെ ആ ഭയാനകതയും അതിൻ്റെ ആക്രമണമൊന്നും ചിന്തിക്കാനുള്ള നേരമില്ല. കാരണം അതിനേക്കാളും വലുത് അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ രംഗം വിശദീകരിക്കാനാണ് ഇത് പറയുന്നത്. ആലോചിച്ച് നോക്കാം, ഒരു വന്യമൃഗം, ഒരു സിംഹം, ഒരു പുലി നമ്മൾ മുന്നിലേക്ക് നമ്മൾ ബേജാറായി പോകും, പേടിച്ചു പോകും. കാരണം നമ്മൾ ജീവൻ പോകുന്ന കാര്യമാണ്. പക്ഷെ അതവിടെ ചിന്തിക്കാൻ സാധിക്കത്തില്ല. അതിനേക്കാളും നമുക്ക് പേടിക്കുന്ന കാര്യം ഇപ്പുറത്തുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ രംഗം അതിനേക്കാൾ അപ്പുറത്താണ്. വന്യമൃഗം തൊട്ടടുത്തുണ്ടായാൽ നമുക്കതിനെ നോക്കാൻ സാധിക്കുകയില്ല, അതൊരു പേടിയായി തോന്നുകയില്ല, അത് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അതുപോലെ വന്യമൃഗങ്ങൾക്കും മനുഷ്യരുടെ അടുത്തുണ്ടല്ലോ, ഇവരെന്നെ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നും മൃഗങ്ങൾ മനുഷ്യനെ ഓടിച്ച് ഓടാറുണ്ട്, ഓടി ഒളിക്കാറുണ്ട്. അതും സംഭവിക്കുകയില്ല. അതും ആ ഭയാനകതയിൽ അവിടെ ഒരുമിച്ചിരിക്കുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ഇദൽ വുഹൂഷു ഹുഷിറത്ത്. അതുപോലെ പണ്ഡിതന്മാരത് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഖിയാമത്ത് നാളിൽ ആ വന്യമൃഗങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് സഹോദരങ്ങളെ അതിൻ്റെ ഖിസാസ് നടപ്പാക്കുന്നതാണ്. അതിലുള്ള കൊമ്പുള്ള വന്യമൃഗം കൊമ്പില്ലാത്തൊരു വന്യമൃഗത്തെ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം പരസ്പരം അള്ളാഹു താല പ്രതിക്രിയ നടത്തുന്നതാണ്. കൊമ്പുള്ളവയെ കൊമ്പില്ലാത്തതിനെ കൊണ്ട് അള്ളാഹു താല തിരിച്ചു പ്രതിക്രിയ നടത്തിക്കും. അങ്ങനെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഭയാനകമായ മഹ്ശറയുടെ രംഗമാണ് ആ പറയുന്നത്. ഇദൽ വുഹൂഷു ഹുഷിറത്ത്. വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എന്നാണ് പറഞ്ഞത്. ഇദൽ ബിഹാറു സുജിറത്ത്. പിന്നീട് പറഞ്ഞത് ബിഹാറിനെ കുറിച്ചാണ്, സമുദ്രത്തെക്കുറിച്ചാണ്, കടലിനെക്കുറിച്ചാണ്. അത് സുജിറത്ത്, അത് കത്തിക്കപ്പെടുകയാണ്. നമുക്ക് കാണാൻ സാധിക്കും പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഇന്നുള്ള വ്യത്യസ്ത സമുദ്രങ്ങളെല്ലാം തന്നെ, കടലുകളെല്ലാം തന്നെ അതൊന്നായി കൂടിച്ചേരുന്നതായിരിക്കും. അതിൽ ഉപ്പുവെള്ളമുള്ളതും ഉപ്പുവെള്ളം ഇല്ലാത്തതുമായി വേർതിരിക്കുന്ന കടലുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ജലാശയങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ഭൂമിയിലേക്ക് ആഞ്ഞടിച്ചു വരുന്നതായിരിക്കും. ഭൂമിയെ മുക്കാൻ പാകത്തിൽ അത് ആഞ്ഞടിച്ച് കവിഞ്ഞത് വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള അവസ്ഥയിൽ തന്നെ അതിനെ കത്തിക്കപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ അത് കത്തി അത് തീയായിട്ട്, വലിയൊരു തീയായിട്ട്, ഈ കടൽ മുഴുവൻ കത്തിപ്പടരുന്ന ഒരു തീയായിട്ട് മാറും. അത് ഖിയാമത്ത് നാളിൽ സംഭവിക്കാനിരിക്കുന്നതാണ്. അത് വലിയ ഭയാനകമായ കാഴ്ചയായിരിക്കും. കാരണം കടലെന്ന് പറയുന്നത് അത്ര വലുതാണ്. കണ്ണെത്താ ദൂരത്ത് കാണുന്ന ഈ കടലുകൾ മുഴുവൻ നിന്ന് കത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭയാനകമായ, മനുഷ്യൻ്റെ ഖൽബിനത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് തെറ്റിച്ച് കളയുന്ന, പേടിപ്പെടുത്തുന്ന രംഗമാണ്. നമുക്കിത് ആയത്ത് വായിക്കുന്ന സമയത്ത് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്ന് അറിയുകയില്ല. അത്രയും വലിയ, നമ്മൾ ആ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കായിരിക്കും ആ ഭയാനകമായ രംഗം. ഇദൽ ബിഹാറു സുജിറത്ത്. സമുദ്രങ്ങൾ ആളിക്കത്തിക്കപ്പെടുന്ന ആ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകുമ്പോൾ അതിനുശേഷം പറയുന്നു ഇദൻ നുഫൂസു സുവിജത്ത്. ആത്മാവുകൾ കൂട്ടിയിണക്കപ്പെടുമ്പോൾ എന്താണ് പറയുന്നത്? ഒരേ ഇനത്തിലുള്ള ആളുകളെല്ലാം ഒരുമിച്ചായിരിക്കും ഉണ്ടാകുക എന്നാണ്. സ്വാലിഹീങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും, തെമ്മാടികളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനെയുള്ള ഒരേ ഇനത്തിലുള്ള ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. അതാണ് ഇദൻ നുഫൂസു സുവിജത്ത് എന്ന് പറയുന്നത്. കൂട്ടിയിണക്കപ്പെടുമ്പോൾ എന്ന് പറയുന്നത് ഒരേപോലത്തെ ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് എന്നാണ്. അതുപോലെ സ്വാലിഹീങ്ങളായ അവകാശികളായ ആളുകൾക്ക് അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവിലുണ്ടായിരുന്ന ഭാര്യമാരെ അള്ളാഹു തആല നൽകുന്നതായിരിക്കും, അവർ സ്വർഗാവകാശികളാണെങ്കിൽ. അതോടൊപ്പം ഹൂറുൽ ഈനയും അള്ളാഹു തആല അവരോട് കൂട്ടിയിണക്കപ്പെടും, അവർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ മറ്റൊരഭിപ്രായം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇദൻ നുഫൂസ് സുവിജത്ത് എന്ന് പറഞ്ഞാൽ അവരെ വേർപെട്ടിട്ടുള്ള ആത്മാവുകളെല്ലാം, റൂഹുകളെല്ലാം ശരീരത്തിലേക്ക് എത്തിപ്പെടുന്ന ഖിയാമത്ത് നാളിൻ്റെ രംഗമാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഒരേ ഇനങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. സാലിഹീങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അതുപോലെ തന്നെ തെമ്മാടികൾ മറ്റൊരിടത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. വലതുപക്ഷക്കാർ ഒരുമിച്ച് കൂട്ടപ്പെടും, ഇടതുപക്ഷക്കാർ ഒരുമിച്ച് കൂട്ടപ്പെടും. അസ്ഹാബുൽ മൈമനയും അസ്ഹാബുൽ മഷ്അമയും എല്ലാവരും അങ്ങനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ രംഗത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ്.
അതിനുശേഷം പറയുന്നത് വ ഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. ദുനിയാവിലുള്ള തിന്മകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കാര്യമാണ്. അറബികൾ ഒരു കാരുണ്യവുമില്ലാതെ കുഴിച്ചുമൂടിയിരുന്നു അവരുടെ പെൺമക്കളെ. വ ഇദൽ മൗഊദതു സുഇലത്, അങ്ങനെ ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് പോലും ചോദിക്കപ്പെടുകയാണ്. എന്താണ് ചോദിക്കപ്പെടുന്നത്? ബിഅയ്യി ദംബിൻ ഖുതിലത്, ഏത് പാപം കാരണത്താലാണ് നീ കൊല്ലപ്പെട്ടത് എന്ന ആ കുട്ടിയോട് പോലും, ആ പെൺകുട്ടിയോട് പോലും ചോദിക്കപ്പെടുകയാണ്. അറബികളുടെ പഴയ കാലത്ത്, ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നൊരു കാര്യമാണ്. ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയാണ് പ്രസവിച്ചത് എങ്കിൽ, ഭർത്താവ് നാട്ടിലില്ലെങ്കിൽ, ഭർത്താവ് അറിഞ്ഞിട്ടില്ലെങ്കിൽ, ആ ഭാര്യ തന്നെ അതിനൊരു കുഴിയുണ്ടാക്കി അതിന് ജീവനോടെ കുഴിച്ചു മൂടുമെന്നാണ്. കാരണം ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവൾക്ക് വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അവൾ തന്നെ കുഴിച്ചു മൂടും. ഇനി ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനിത് വലിയ മോശമായിട്ട്, ആളുകളുടെ മുന്നിൽ ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് പറയുന്നത് വലിയ മോശമായി കാണുന്ന കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് ഭർത്താവും ജീവനോട് അതിനെടുത്തു കൊണ്ടുപോയി ആ കരയുന്ന കുഞ്ഞിനെ മണ്ണിലേക്ക് കുഴിച്ചു മൂടുന്ന രംഗം അന്നുണ്ടായിരുന്നു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നീ ചെയ്ത വലിയ വൻ പാപം അള്ളാഹു തആല അത് ചോദിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഏത് തിന്മകളാണെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിസ്സാരമാകട്ടെ ഗൗരവമുള്ളതാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചോദ്യം ചെയ്യും എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് എന്നാണ്. വ ഇദൽ മൗഊദതു സുഇലത്, ആ ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് അവൾ എന്തു കുറ്റത്തിനാണ് ബിഅയ്യി ദംബിൻ ഖുതിലത്, കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുന്നു എന്നാണ്. നമ്മൾ ചിന്തിച്ചേക്കാം, എന്തിനാണ് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നത്? അവളല്ലല്ലോ അവളെ കൊന്നത്, ആത്മഹത്യ ചെയ്തതല്ല, അവളെയാണ് കൊന്നത്. പണ്ഡിതന്മാർ പറയുന്നത് അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, ഒരു ആൾക്ക് എന്തെങ്കിലുമൊക്കെ അടി കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപദ്രവം കിട്ടി. അപ്പോൾ അയാളോട് നമ്മൾ ചോദിക്കും, നീ എന്തിനാണ് അടിക്കപ്പെട്ടത് എന്ന് ചോദിക്കുന്നത് അയാൾ ആക്ഷേപിക്കാനല്ല, അയാൾ ആരെയാണോ അടിച്ചത്, ആരെയാണോ അതിനെ കൊന്നത്, അതിനെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനോട് തന്നെ ചോദിക്കുന്നത്. ആരാണ് നിന്നെ കൊന്നത്, എന്ത് തെറ്റിനാണ് നിന്നെ അവർ കൊന്നത് എന്നുള്ള ചോദ്യമാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വേറെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത്, ഇതെന്ത് തെറ്റിനാണ് കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുപടിയുണ്ട്. അവർ പറയും, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലുമില്ല, കൈക്കുഞ്ഞായിരുന്നു, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന രൂപത്തിലുള്ള മറുപടി അതിനുണ്ട്. അഥവാ ഒരു തെറ്റും ചെയ്യാതെയാണ് ഞാൻ കൊല്ലപ്പെട്ടത് എന്ന മറുപടിയും അതിനുണ്ട്. ആ കുട്ടിയായിരിക്കും അതിൻ്റെ മറുപടി അവിടെ പറയുക. ആ മറുപടിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇദ സുഹുഫു നുഷിറത്, ഇതാ സുഹുഫുകൾ അഥവാ ഭൂമിയിൽ മനുഷ്യൻ്റെ രേഖകൾ എഴുതിയിട്ടുള്ള ഏടുകൾ, അത് നുഷിറത്ത്, അത് തുറന്നു വെക്കപ്പെടുകയാണ്. അഥവാ മനുഷ്യൻ അവൻ അമല് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും, സൽക്കർമ്മങ്ങളാകട്ടെ തിന്മകളാകട്ടെ നന്മകളാകട്ടെ, ഓരോന്നും അവിടെ തുറന്നു വെക്കുകയാണ്. അത് അതിന് വായിച്ച് മനസ്സിലാക്കാനൊന്നും ആരും വരേണ്ടതില്ല. അത് തുറന്നു വെക്കപ്പെട്ട ഒരു പുസ്തകം പോലെ അതങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. വ ഇദ സുഹുഫു നുഷിറത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വ ഇദ സുഹുഫു നുഷിറത്ത്, അത് തുറന്നു വെക്കപ്പെടുകയാണ്, ഏടുകൾ തുറന്നു വെക്കപ്പെടുകയാണ്. ഓരോരുത്തരും എന്താണോ ചെയ്തിട്ടുള്ളത് അവർക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. ഓരോരുത്തരും എന്താണോ ചെയ്തിട്ടുള്ളത് വായിക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാരായ ആളുകൾക്ക്, സ്വർഗാവകാശികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഏടുകൾ അവരുടെ വലത് കൈയിൽ തന്നെ മുൻഭാഗത്തു നിന്ന് തന്നെ തരുന്നതായിരിക്കും. എന്നാൽ ആ കിതാബുകളിൽ തിന്മകളാണ് കൂടുതലുള്ളത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറംഭാഗത്തോടുകൂടി അത് ഇടതു കൈയിലായിരിക്കും നൽകുക എന്ന് അല്ലാഹു തആല ഖുർആനിലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം പറയുന്നു, വ ഇദ സമാഉ കുശിതത്, ഒന്നാം ആകാശം ഉപരിലോകം അത് മറനീക്കി കാണിക്കപ്പെടുമ്പോൾ എന്നാണ് പറയുന്നത്. വ ഇദ സമാഉ കുശിതത്, അഥവാ ഇന്ന് ആകാശം നമ്മുടെ മുകളിൽ മേൽക്കുരയായിട്ടുണ്ട്. ആ മേൽക്കുരയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ സൂറത്തിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരാട്ടിൻ്റെ തൊലി അത് പറിച്ചു മാറ്റുന്നത് പോലെ, തഫ്സീറുകളിൽ കാണാം, ഒരാട്ടിൻ്റെ തൊലി പറിച്ചു മാറ്റുന്നത് പോലെ ഈ ആകാശം അത് മുഴുവനായിട്ടും പറിച്ചു നീക്കുന്നതായിരിക്കും. ഒരു തൊലി കളയുന്ന ലാഘവത്തോടുകൂടി ആകാശം ഒരറ്റത്തു നിന്നും പൂർണ്ണമായി അത് വലിച്ചു നീക്കുന്നതായിരിക്കും. എന്നിട്ട് ആ ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലത് കൈയിൽ അവൻ ചുരുട്ടിപ്പിടിക്കുന്നതായിരിക്കും. അതിനെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുട്ടിപ്പിടിക്കുന്നതായിരിക്കും. അല്ലാഹു ആകട്ടെ 7 ആകാശത്തിനു മുകളിൽ ഉപരിയിൽ അർഷിലായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാവുക. ആ അർഷ് വഹിക്കുന്നതിന് വേണ്ടിയിട്ട് 8 മലായിക്കത്തുകളുണ്ട് എന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ആകാശമൊക്കെ അതിൻ്റെ മറയൊക്കെ നീക്കിയിട്ട് അതിന് മുകളിലേക്കുള്ളതും എല്ലാം കാണുന്ന രൂപത്തിലേക്ക് ആ മറയൊക്കെ നീക്കി കൊണ്ടുപോകുന്ന അവസ്ഥ പരലോകത്തുണ്ട്, ദുനിയാവിലുണ്ട്, ഖിയാമത്ത് നാളിലുണ്ട് എന്നാണ് പറയുന്നത്. വ ഇദ സമാഉ കുശിതത്, അതിനുശേഷം പറയുന്നു വ ഇദൽ ജഹീമു സുഇറത്,
നരകം അത് കൊത്തിജ്വലിക്കുന്ന നരകം അത് ആളി കത്തിക്കപ്പെടുമ്പോൾ എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നരകത്തിന് തീ അപ്പോൾ കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് നരകം നേരത്തെ തന്നെ അത് സൃഷ്ടിക്കപ്പെടുകയും അതിൻ്റെ തീജ്വാല അത് കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ നോക്കണം, അല്ലാഹു തആല നരകത്തിലേക്ക് ഇത് ആളുകൾ പ്രവേശിക്കാൻ പോകുകയാണ്. പരലോകമായി ആളുകൾ, നരകത്തിൻ്റെ ആളുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് അതിനൊന്നുകൂടി ആളി കത്തിക്കപ്പെടുകയാണ്, ഒന്നുകൂടി അതിനാളി കത്തിക്കുകയാണ്. അതിൻ്റെ ചൂടും അതിൻ്റെ തീയുമെല്ലാം വർദ്ധിക്കുന്ന രൂപത്തിൽ ആ നരകത്തെ ഒന്നുകൂടി ആളി കത്തിക്കുകയാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇദൽ ജഹീമു സുഇറത്, നരകം ജ്വലിക്കുന്ന നരകാഗ്നി ആളി കത്തിക്കപ്പെടുകയാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം സ്വർഗത്തെക്കുറിച്ച് പറയുന്നു, ഇദൽ ജന്നതു ഉസ്ലിഫത്ത്, സ്വർഗം അടുത്തു കൊണ്ടുവരപ്പെടുമ്പോൾ എന്നാണ്. സ്വർഗാവകാശികൾക്ക് വേണ്ടി സ്വർഗം അന്വേഷിച്ചു പോകേണ്ടതില്ല. സ്വർഗം ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം നോക്കണം. നരകക്കാർക്ക് നരകത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നരകത്തെ ഒന്നുകൂടി അത് ചുട്ടുപഴുപ്പിക്കുകയാണ്, ആളി കത്തിക്കുകയാണ്. അങ്ങനെയാണ് നരകം തയ്യാറാക്കി കൊടുക്കുന്നത്. എന്നാൽ സ്വർഗ്ഗക്കാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് സ്വർഗത്തെ ഒന്നുകൂടി ഭംഗി കൂട്ടുകയാണ്. അവരുടെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ കൊണ്ടുവരികയാണ്. അതിൻ്റെ ആളുകൾ വരാനായി അതിനൊന്നുകൂടി അല്ലാഹു തആല അതിനടുത്തേക്ക് കൊണ്ട് അതിനെ ഭംഗി വരുത്തുകയാണ് എന്നാണ് പറയുന്നത്. അതാണ് രണ്ടുപേരുടെയും അവസ്ഥ ആഖിറത്തിൽ ഉണ്ടാവുക. സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത ആളുകൾക്ക് അവിടെ സന്തോഷം നിറഞ്ഞ രംഗമായിരിക്കും. എന്നാൽ നരകത്തിലേക്ക് പോകേണ്ട ആളുകൾക്ക് സഹോദരങ്ങളെ, കത്തിയാളുന്ന നരകം ഒന്നുകൂടി കത്തിക്കപ്പെടുന്നത് കണ്ടിട്ടായിരിക്കും ആ നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ആ സമയത്താണ് അല്ലാഹു തആല പറയാണ്, അലിമത്ത് നഫ്സും മാ അഹ്ളറത്, ഓരോ വ്യക്തിയും ഞാൻ എന്താണോ തയ്യാറാക്കിയിട്ടുള്ളത്, എന്താണോ ഹാജരാക്കിയിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് വ്യക്തമായി അറിയുന്ന ഒരു രംഗമാണ്. അവൻ താൻ ചെയ്ത എല്ലാ നന്മകളും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ കൊണ്ടുവരുന്നതാണ്. ഒമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറ യറ ഒമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, ആരെങ്കിലും ഒരു ഖൈർ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതവന് കാണിച്ചു കൊടുക്കും, അവനത് കാണുന്നതാണ്. ആരെങ്കിലും ഒരു ഷർറ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മിസ്കാല ദർറത്ത് എന്നാണ് പറഞ്ഞത്. മിസ്കാല ദർറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉറുമ്പിൻ്റെ, ചെറിയൊരു ഉറുമ്പിൻ്റെ ഒരു കാലിൻ്റെ വലിപ്പം, അങ്ങനെയുള്ള മിസ്കാല ദർറത്ത് അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതവൻ യറഹു, അവൻ കാണുന്നതാണ്. മിസ്കാല ദർറത്ത് ഷർറ് ചെയ്തിട്ടുണ്ടെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിലും അത് കാണുന്നതാണ്. അലിമത്ത് നഫ്സുൻ മാ അഹ്ളറത്, ഓരോ വ്യക്തിയും അത് മനസ്സിലാക്കും, അന്ന് തിരിച്ചറിയും എന്നുള്ള കാര്യം അവിടെ അവൻ ബോധ്യപ്പെടുകയാണ്. ഒന്നും അവനവിടെ നഷ്ടപ്പെട്ടു പോകുന്നില്ല. അവൻ ചെയ്ത ഒരു നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കുറച്ചു കാണിക്കുകയില്ല. അതുപോലെ ചെയ്തു പോയ ഒരു തിന്മയും അവിടെ ഹാജരാക്കാതെയില്ല എന്നാണ്. ഇത് സഹോദരങ്ങൾ നമ്മൾ ശരിക്കും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മ ചെയ്യുന്ന സമയത്തും ഈ ഒരു ചിന്ത നമുക്ക് വേണം. അലിമത്ത് നഫ്സും മാ അഹ്ളറത്, എനിക്ക് കാണാനുള്ളതാണ്. അതൊരു നന്മ ചെയ്യുന്ന സമയത്ത് നന്മ വർദ്ധിപ്പിക്കാൻ നമുക്ക് പ്രോത്സാഹനം ഉണ്ടാകണം. കാരണം ഇത് ഞാൻ കാണാനുള്ളതാണ്, ഉറപ്പായിട്ട് ഇത് കാണും. ഞാൻ ഈ ചെയ്തൊരു നന്മ, ഈ കൊടുത്തൊരു രൂപ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അവിടെ ഒരു രൂപ എന്നുള്ള നിലക്ക് അതിനെ കുറച്ച് കാണിക്കുകയില്ല. ഒരു ചെറിയ നിസ്സാരം, എൻ്റെ ഒരു പുഞ്ചിരി എന്നുള്ള നിലക്ക് ഒരാളോട് പുഞ്ചിരിക്കുന്നത് പോലും സ്വതക്കയാണെന്നാണ് പഠിപ്പിച്ചത്. അതവിടെ മറന്നു പോകുകയില്ല. അതവിടെ പരിഗണിക്കാതെ, അതറിയാതെ പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾ അതിലൊരാളായ ഞാൻ പുഞ്ചിരിച്ചാൽ അത് അവിടെ നഷ്ടപ്പെട്ടു പോവുകയില്ല. അത് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. ഏതു നേരത്തും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം അതവിടെ കാണുന്നതാണ്. വജദു മാ അമിലു ഹാദിറ, സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞതാണ്. അവരവിടെ കാണുന്ന അവരുടെ അമലുകളെല്ലാം അവിടെ പ്രദർശിപ്പിക്കുന്നതായിട്ട്, ഹാജരാക്കുന്നതായിട്ട് അവർ കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ തിന്മകളും. നമ്മൾ നിസ്സാരമായി കാണുന്ന ഏത് തിന്മയും സഹോദരങ്ങളെ അതവിടെ കാണുന്നതാണ്. ആ തിന്മ നമ്മളിൽ നിന്നും ബഹുദൂരം അകലെയാകണമെന്ന് ആഗ്രഹിക്കുന്ന തിന്മയായിരിക്കും. നമുക്ക് ഇന്ന് അതിനെ അലങ്കരിക്കപ്പെട്ടുകൊണ്ട്, വളരെയധികം താല്പര്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് വരുന്ന ഓരോ തിന്മ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ തിന്മ നാളെ എന്നിൽ നിന്നും ബഹുദൂരം ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പോകുന്ന തിന്മയാണ്. ഇത് ഞാൻ കാണേണ്ടി വരും, ഈ തിന്മ ഞാൻ കാണേണ്ടി വരും, ഇത് അനുഭവിക്കേണ്ടി വരും ഇതിൻ്റെ ഭവിഷ്യത്ത്. അതുകൊണ്ട് ആ തിന്മ എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്ന രൂപത്തിലുള്ള തിന്മയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, പരലോകത്ത് ഇത് എനിക്ക് അങ്ങേയറ്റം ദൂരമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു തിന്മയാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അവിടെ ഹാജരാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും അവനെ സംബന്ധിച്ചിടത്തോളം ഗോപ്യമായി പോകുകയേ ഇല്ല എന്ന ബോധ്യത്തോടു കൂടി സഹോദരങ്ങളെ നമ്മൾ ജീവിക്കണം. അതിനാണ് അവിടെ അവസാന ആയത്ത് അങ്ങനെ പറഞ്ഞത്. ഈ പരലോകത്തെ രംഗങ്ങളെല്ലാം എടുത്തു പറഞ്ഞിട്ട് അത് അവസാനിപ്പിച്ചത് അതാണ്, അലിമത്ത് നഫ്സും മാ അഹ്ളറത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെയുള്ളൊരു പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ചിന്തിക്കുക, നിങ്ങൾ ചെയ്യുന്ന ഓരോ അമലും അവിടെ ഹാജരാക്കുന്നതാണ്. നിസ്സാരമാണെന്ന് തോന്നുന്ന ഒന്നും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്,
ലാ തഹ്കിറന്ന ബിൽ മഅറൂഫി ഷൈഅ, മഅറൂഫായ നന്മയായ ഒന്നും നിങ്ങൾ നിസ്സാരമായി കാണേണ്ടതില്ല. അത് നിൻ്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ നീ ഒന്ന് പുഞ്ചിരിക്കുന്നതാണെങ്കിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ഈത്തപ്പഴ മുറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം കൊണ്ട്, അതിൻ്റെ പകുതി കൊണ്ട് നീ എങ്കിലും സദക്ക ചെയ്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതാണ്. കാരണം മുഴുവനും അവിടെ കാണാൻ പോകുന്നതാണ് എന്നാണ് പറഞ്ഞത്. അലിമത്ത് നഫ്സുൻ മാ അഹ്ളറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം അഥവാ ആദ്യത്തെ 14 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനിപ്പിക്കുകയാണ്. പിന്നെ റബ്ബ് സുബ്ഹാനഹു വതആല ചില കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് സഹോദരങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സത്യസന്ധതയും അതുപോലെ ഈ ഖുർആനിൻ്റെ മഹത്വത്തെയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വത്തെയും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ആയത്തുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല പറയുന്ന ഈ ആയത്തുകൾ നമുക്കൊന്ന് പാരായണം ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, അവിടെ നേരത്തെ പറഞ്ഞതുപോലെ നൂനിന് ഷദ് കണ്ടാൽ അതെപ്പോഴും മണിക്കുക. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ് വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ് إنه لقول رسول كريم ذي قوة عند ذي العرش مكين مطاع ثم أمين وما صاحبكم بمجنون ولقد رآه بالأفق المبين وما هو على الغيب بضنين وما هو بقول شيطان رجيم فأين تذهبون إن هو إلا ذكر للعالمين لمن شاء منكم أن يستقيم وما تشاءون إلا أن يشاء الله رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ്, അൽ ഖുന്നസായ മറഞ്ഞിരിക്കുന്നവ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. അൽ ജവാരിൽ കുന്നസ്, അൽ ജവാറായ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും അൽ കുന്നസായ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നതും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യം ചെയ്തിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അൽ ഖുന്നസ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ അതുപോലെ അൽ കുന്നസ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷപ്പെടുകയും അതുപോലെ തന്നെ അപ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതായ, അതായത് ഒരിക്കൽ അതുണ്ടാകും, ഒരിക്കൽ അത് ഉണ്ടാവുകയില്ല. നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ നക്ഷത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കാണുന്നുണ്ട്, അത് പ്രത്യക്ഷപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അത് പിൻവാങ്ങിപ്പോകുന്നുണ്ട്. നമുക്ക് പകലാകുന്ന സമയത്ത് നമ്മൾ രാത്രിയിൽ കണ്ട കോടാനുകൂടി എന്നൊക്കെ നമ്മൾ പറയുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. പക്ഷെ അത് പകലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മഹത്തരമായ ആ വലുപ്പമുള്ള ആ നക്ഷത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സത്യം ചെയ്തു പറയാൻ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സത്യം ചെയ്തു പറയുന്നതിൻ്റെ ഉദ്ദേശം ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ മനുഷ്യന്മാർ സത്യം ചെയ്തു പറയുന്നത് പോലെയുള്ള ആളുകൾ വിശ്വസിക്കാത്തത് കൊണ്ട് ഒന്ന് എടുത്തു പറയുന്ന അല്ല, മറിച്ച് അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളത് കൊണ്ട് അല്ലാഹു തആല അവൻ
പറയുന്നതാണ്. ഗൗരവമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഗൗരവമുള്ള കാര്യം പറയുമ്പോൾ ചെയ്യുന്നതാണ് ഖുർആനിലുള്ള സത്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ ഇവിടെ പറയുന്ന ഈ ഫലാ ഉഖ്സിം, ആ ലാ എന്ന് പറയുന്നത് നഫീനുള്ളതല്ല, നിഷേധിക്കുന്നതല്ല. ലാ ഉഖ്സിം, ഞാൻ സത്യം ചെയ്യുന്നില്ല എന്നല്ല. മറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അത് ഒരു നിയമമാണ്. ഈ സത്യം ചെയ്ത് പറയുന്ന കാര്യം എനിക്ക് വലിയ ആവശ്യമുണ്ടായിട്ടല്ല ഞാൻ സത്യം ചെയ്യുന്നത്, എനിക്കല്ല അതിൻ്റെ ആവശ്യം. സത്യം ചെയ്യുന്നത് എനിക്കൊരാവശ്യം ഉണ്ടായിട്ടല്ല. സാധാരണ നമ്മൾ എന്തിനാണ് സത്യം ചെയ്യുന്നത്? നമ്മുടെ വാക്ക് ആളുകൾ വിശ്വസിക്കണമെന്ന നമ്മുടെ ആവശ്യം കാരണത്താലാണ്. ഇതെൻ്റെ ആവശ്യം കാരണത്താലല്ല, മറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് അത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഫല ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ്, മറഞ്ഞിരിക്കുന്നവ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. അതുപോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നതും, അഥവാ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതായത് പൊതുവായിട്ട് എന്താണോ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന ആ പറയുന്ന വസ്തുക്കളെല്ലാം അവിടെ ഉദ്ദേശിക്കപ്പെടുന്നു എന്നാണ്. പിന്നീട് പറയുന്നു വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്, രാത്രിയെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. ഇദാ അസ്അസ് എന്നാണ് പറയുന്നത്. രാത്രി നീങ്ങുമ്പോൾ, അഥവാ പകല് അത് രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു, രാത്രിയുടെ ആദ്യ ഭാഗമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. രാത്രിയുടെ ആദ്യ ഭാഗം മുന്നിട്ട് വരുന്ന ആ സമയത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. വലിയ ദൃഷ്ടാന്തമാണ്. നമ്മൾ ഇത്ര വലിയ വെളിച്ചമുണ്ടായിരുന്ന ഈ പകല് മുഴുവൻ, ചക്രവാളം മുഴുവനും ഇനി ഇരുട്ടിച്ചു വരികയാണ്. അത്രയും വെളിച്ചം നിറഞ്ഞു നിന്നിരുന്നു. പെട്ടെന്ന് എങ്ങനെയാണ് ആ വെളിച്ചം ഇല്ലാതായി പോയത്? ഇത്ര കത്തി ജ്വലിച്ചിരുന്ന വെളിച്ചം, അങ്ങനെയുള്ള വെളിച്ചം പെട്ടെന്ന് അതില്ലാതായി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, ഇരുട്ടിലേക്ക് പോകുകയാണ്. അതിന് നേരെ തിരിച്ചാണ് പകലാകുന്ന സമയത്ത്, പ്രഭാതമാകുന്ന സമയത്തും അങ്ങനെ തന്നെ കൂരാക്കൂരി ഇരുട്ടായിരിക്കും. നമുക്ക് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ഇരുട്ടായിരിക്കും. പെട്ടെന്ന് അതിലേക്ക് ഇങ്ങനെ വെളിച്ചം വന്നുകൊണ്ട് വെളിച്ചം അങ്ങനെ പരക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് സത്യം ചെയ്യുകയാണ്. വല്ലൈലി ഇദാ അസ്അസ് വസ്സുബ്ഹി ഇദാ തനഫസ്, പ്രഭാതത്തിൽ അത് പ്രകാശപൂരിതമാകുന്ന ആ സാഹചര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതായത് അന്നഹാറു ഇദാ അഖ്ബല ബിദിയാഇഹി, അതിൻ്റെ പ്രഭയിലേക്ക്, അതിൻ്റെ വെളിച്ചത്തിലേക്ക് ഇതാ പ്രഭാതം അത് മുന്നിടുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തുണ്ടായിരുന്ന മുഴുവൻ ഇരുട്ടും അത് നീങ്ങിപ്പോവുകയാണ്. മുഴുവൻ ഇരുട്ടും നമ്മളൊരു ടോർച്ചടിച്ച് കത്തിച്ച് മുഴുവൻ വെളിച്ചം ആക്കുന്നത് പോലെ അതൊരു ഇരുട്ടായിരുന്നു നമുക്ക് പിന്നെ തോന്നൂല. നട്ടുച്ചക്ക് ഒരു വലിയൊരു ഗ്രൗണ്ടിൽ നമ്മൾ നിന്നിട്ട് അതിൻ്റെ വെളിച്ചം കണ്ടാൽ നമുക്കൊരിക്കലും തോന്നില്ല ഇതിന് രാത്രിയാകുമ്പോൾ ഇത് കൂരിരുട്ടുള്ള ആകാനുള്ളതാണ് എന്ന് തോന്നാത്ത രൂപത്തിൽ വെളിച്ചമാണ്. രാത്രിയുള്ള കൂരിരുട്ടിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു നാളൊരു പകലിൽ ഇത് മുഴുവൻ വെളിച്ചമാകാനുള്ളതാണ് എന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ ദൃഷ്ടാന്തമാണ്. രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്, ഒന്ന് ഇരുട്ടും ഒന്ന് വെളിച്ചമാണ്. പക്ഷെ അതെങ്ങനെ ഇരുട്ടുന്ന വെളിച്ചത്തിലേക്കും വെളിച്ചത്തുനിന്ന് ഇരുട്ടിലേക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പ്രവേശിപ്പിക്കുന്നുണ്ട്. വലിയ ദൃഷ്ടാന്തങ്ങൾ അവിടെ കഴിഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ല. ഇത് ആരാണ് ഈ ഇരുട്ടിനെ കൊണ്ടുവന്നത്? പകലായിരുന്നു, പെട്ടെന്ന് അത് ഇരുട്ടിലേക്ക് പോയി. ഇരുട്ടായിരുന്നു, പിന്നീട് അത് പകലിലേക്ക് പോയി. ആരാണ് ഇതിനെ കൊണ്ടുവന്നിട്ടുള്ളത്? അല്ലാഹു തആല ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. എങ്ങാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പകലാക്കി കഴിഞ്ഞാൽ ആർക്കാണ് രാത്രി കൊണ്ടുവരാൻ സാധിക്കുക? അല്ലാഹു എങ്ങാനും രാത്രിയാക്കി കഴിഞ്ഞാൽ മുഴുവൻ ആർക്കാണ് അതിലെ പകലിനെ കൊണ്ടുവരാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരുപാട് ചോദിച്ചിട്ടുള്ള കാര്യമാണത്. അതിനുശേഷം സഹോദരങ്ങളെ അല്ലാഹു തആല പറയുന്നു ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, തീർച്ചയായും ഇത് മാന്യമായ ഒരു ദൂതൻ്റെ വാക്കാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലുൻ കരീം, മാന്യമായ ദൂതൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ് ആദ്യമായി അവൻ്റെ സംസാരം കേൾപ്പിക്കുന്നത്. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് കേൾപ്പിക്കുന്നത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വാക്കുമായിട്ട് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്തുകയാണ്. അങ്ങനെയാണ് വലിയ 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 കാര്യങ്ങൾ അയക്കുമ്പോൾ ഒരു നിയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൂതൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ അയക്കുന്ന ദൂതനും പ്രധാനപ്പെട്ടായിരിക്കും. സാധാരണ നിസ്സാരമായ എഴുത്തുകുത്തുകൾ അയക്കുന്ന ആളായിരിക്കുമില്ല. വലിയൊരു കാര്യമാണ് അയക്കുന്നത് എങ്കിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കും ദൂതനായിട്ട് വരിക. അപ്പം അങ്ങനെയുള്ള ഒരു ദൂതനായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ആ ജിബ്രീലിനെ കുറിച്ച് അല്ലാഹു തആല പുകഴ്ത്തി പറയുകയാണ്. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, മാന്യമായൊരു ദൂതനാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ദീ ഖുവ്വത്തിൻ, നല്ല ശക്തിയുള്ളവനാണ്. ഇൻദ ദിൽ അർശി മക്കീൻ, അർശിൻ്റെ ഉടയവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഉയർന്ന സ്ഥാനമുള്ളവനുമാണ് എന്നാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ ആകാശലോകത്ത് വലിയ കബൂലുള്ള വലിയ സ്ഥാനമുള്ള ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കയ്യിലാണ് ഈ ഖുർആൻ കൊടുത്തുവിട്ടിട്ടുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ ജിബ്രീൽ മുതാഇൻ സമ്മ അമീൻ, അനുസരിക്കപ്പെടുന്നതാണ്,
വിശ്വസ്തനുമാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീൽ കൽപ്പിച്ചു കഴിഞ്ഞാൽ ആകാശലോകം മുഴുവൻ അനുസരിക്കുന്നതാണ്. കാരണം അവർക്കറിയാം അത് അള്ളാഹു കൽപ്പിക്കാതെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിക്കുകയില്ല. ജിബ്രീൽ പറയുന്നതായിട്ട് ഭൂമിയിൽ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശലോകത്തെ വിളിച്ചു പറയും, യാ അഹ്ലസ് സമാ അൻ അല്ലാഹു അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബു. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടണം. അങ്ങനെ പറയുമ്പോൾ ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശലോകം മുഴുവനും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുമെന്നാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അനുസരിക്കപ്പെടുന്നവനാണ്, മുത്താഅൻ. അതുപോലെ തന്നെ സമ്മ അമീൻ, അവിടെ വിശ്വസ്തനുമാണ് എന്നാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിലൊന്നും കൂട്ടിച്ചേർക്കുകയില്ല. അങ്ങനെ വിശ്വസ്തനായ ഒരു ജിബ്രീലിൻ്റെ അടുക്കലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ഓതിക്കൊടുത്ത് ആ കലാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അള്ളാഹു തആല പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ കലാം ഏറ്റെടുത്തിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അറബികളാണ് ഇത് കേൾക്കുന്നത്, മക്കയിലെ മുശ്രിക്കുകളാണ് ഇത് കേൾക്കുന്നത്. മക്കയിൽ അവതരിച്ചിട്ടുള്ള സൂറത്താണ്. വമാ സാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ സാഹിബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ കൂട്ടുകാരൻ ബിമജ്നൂൻ, അദ്ദേഹം ഒരു ഭ്രാന്തനല്ല, നിങ്ങൾക്കറിയാവുന്നതാണ്. പക്ഷെ നിങ്ങൾ സത്യം സ്വീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, നിങ്ങളെ കാരണവന്മാരെല്ലാം പറയുന്നത് അത് നിങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കാതെ സത്യം സ്വീകരിക്കാതായപ്പോൾ നിങ്ങളേറെ വിശ്വസ്തനാണെന്ന് പറഞ്ഞ് ഏറ്റവും ബുദ്ധിയുള്ളവനായി, അല്ലെ, മക്കയിലൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വിധി പറയിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും ബുദ്ധിമാനായി കണ്ടിരുന്ന അങ്ങേയറ്റം വലിയ തറവാടിയായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളിപ്പോൾ ഭ്രാന്തൻ എന്ന് പറയാൻ അള്ളാഹു തആല താക്കീത് ചെയ്ത് പറയാൻ, വമാ സാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഒരു മജ്നൂനല്ല, ഭ്രാന്തനല്ല. അദ്ദേഹം അങ്ങനെയുള്ള വാക്കുകളല്ല പറഞ്ഞത്, ഗൗരവമുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞത് ഗൗരവമുള്ള വാക്കുകളാണ്, അങ്ങേയറ്റം ഹിക്മത്ത് നിറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹം ഓതി കേൾപ്പിക്കുന്ന ഈ ആയാത്തുകൾ അങ്ങേയറ്റം ഹിക്മത്തുള്ളതാണ്. ഒരു ഭ്രാന്തൻ പറയുന്നത് പോലെയുള്ള പരസ്പര ബോധമില്ലാത്ത സംസാരങ്ങളൊന്നും ആയിരുന്നില്ല, ഗൗരവമുള്ള സംസാരമാണ് അവിടുന്ന് നടത്തിയിട്ടുള്ളത് എന്ന് അല്ലാഹു തആല പറയണം. വമാ സാഹിബുക്കും ബിമജ്നൂൻ. എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ കണ്ടിട്ടുണ്ട്. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ, തീർച്ചയായും അദ്ദേഹത്തെ റആഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുഖിൽ മുബീൻ, പ്രത്യക്ഷമായ ആകാശലോകത്തിലെ മണ്ഡലത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ പൂർണ്ണമായ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ 600 ചിറകുകൾ വിരിച്ചിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. മക്കയിൽ വെച്ചിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. 600 ചിറകുകൾ ഉണ്ടായിരുന്നു എന്നാണ് അത് വിരിച്ചപ്പോൾ. ആ 600 ചിറകുകൾ അങ്ങോട്ട് വിരിച്ചപ്പോൾ ചക്രവാളം മൂടിപ്പോയി എന്നാണ്. പിന്നീട് ഒന്നും ആകാശത്ത് കാണാൻ സാധിക്കുന്നില്ല, മുഴുവൻ മൂടുന്ന അവസ്ഥയിൽ അത്ര വലിയ രൂപത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടിട്ടുണ്ട്, അല്ലാഹു തആല അതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നവിടെ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, തീർച്ചയായും അലൽ ഗൈബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ്. ആ ഖുർആനായ ഗൈബിയായ കാര്യം, അദൃശ്യ വാർത്തയിൽ പിശുക്ക് കാണിക്കുന്ന ളനീനായ ആളല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പൂർണ്ണമായി മുഴുവൻ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു തന്നിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ, അദ്ദേഹം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അലൽ ഗൈബി ബിളനീൻ, അദൃശ്യവാർത്തയുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവനല്ല എന്നാണ് പറഞ്ഞത്. അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി ഖുർആനിൽ ഇറങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവിടുന്ന് എത്തിച്ചിരുന്നു. അവിടുന്ന് പിശുക്ക് കാണിച്ചിട്ടില്ല. മുഴുവൻ കാര്യങ്ങളും ഖുർആനിലുള്ളത് നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വസ്തത നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കണം എന്ന് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുകയാണ്. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. അതുപോലെ തന്നെ ഖുർആനെ കുറിച്ച് പറയുന്നു വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം, വമാ ഹുവ, ഇതല്ല, ഖുർആനല്ല, ബിഖൗലി ശൈത്താനിർ റജീം, ആട്ടി അകറ്റപ്പെട്ട പിശാചിൻ്റെ വാക്കുകളല്ല എന്നാണ് പറഞ്ഞത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്? കാരണം അവർ പറയുന്ന വാക്കുകളായിരുന്നു. അവർക്ക് ഖുർആൻ ഇറങ്ങിയിട്ട് അതിലുള്ള ആശയങ്ങൾ പറയുമ്പോൾ ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ പറഞ്ഞതാണ് ഇത് അള്ളാഹുവിൻ്റെ കലാമല്ല, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിശാച് കൊടുത്ത വാക്കുകളാണ് എന്ന് പറഞ്ഞു നോക്കി. അങ്ങനെ അദ്ദേഹം സാഹിറാണ്, കാഹിനാണ്, ജ്യോത്സ്യനാണ്, ആഭിചാരക്രിയ ചെയ്യുന്നവനാണ്, ഈ രൂപത്തിൽ സംസാരിച്ചു നോക്കി. പിന്നീട് പറഞ്ഞു ഇത് കഴിഞ്ഞുപോയ അസാത്തിറുൽ അവ്വലിൻ, കഴിഞ്ഞുപോയ കെട്ടുകഥകളിൽ നിന്നും എവിടുന്നോ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു നോക്കി. പക്ഷെ കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ ഒന്നും അറബിയിലല്ല അന്നുണ്ടായിരുന്ന നിലവിലുള്ളത്, അത് ഹിബ്രു ഭാഷയിലും അതുപോലെ തന്നെ ഗ്രീക്ക് ഫിലോസഫിയിലും ഇങ്ങനെയൊക്കെയാണ്.
അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ഖുർആനെ കുറിച്ച്, ഇത് വ്യക്തമായ അറബി ഭാഷയിൽ ഇറങ്ങിയിട്ടുള്ളതാണ് ഖുർആൻ. ബാക്കി എങ്ങനെയാണ് കഴിഞ്ഞുപോയ ഏതെങ്കിലുമൊക്കെ സമുദായത്തിൽ നിന്ന് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് എഴുതാനോ അവിടുന്ന് ഉണ്ടാക്കാനോ കഴിയുകയില്ല. കാരണം അവിടുന്ന് എഴുത്തും വായനയും അറിയാത്ത ആളാണ്. അള്ളാഹു തആല അങ്ങനെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ യുക്തി എന്താണ്? ആളുകൾക്ക് മനസ്സിലാകണത് അള്ളാഹുവിൻ്റെ കലാമാണ് ഈ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് അവിടുന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മക്കയിലുള്ള മുശ്രിക്കുകൾ ഏറ്റവും നല്ല സാഹിത്യവും അതുപോലെ അവർ നല്ല ബുദ്ധിയുള്ള ആളുകളൊക്കെ ആയിരുന്നു. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രൂപത്തിൽ അങ്ങേയറ്റ സാഹിത്യ രൂപത്തിലുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഖുർആനിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. എന്നിട്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇതുപോലെ എന്നാൽ കൊണ്ടുവരൂ. നിങ്ങൾ അങ്ങേയറ്റ സാഹിത്യത്തിൽ ലോകത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്, 1ാം സ്ഥാനക്കാരായി നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. എങ്കിലൊരു സാഹിത്യപരമായി അറിയുന്ന ഒരു കൃതി എന്നുള്ള നിലക്ക് നിങ്ങളൊരു സൂറത്ത് കൊണ്ടുവരൂ, വേണ്ട ഒരു ആയത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരൂ. അവർക്കതിന് സാധിച്ചിട്ടില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് അതിനുശേഷം ചോദിക്കുന്നത്, ഫഅൈന തദ്ഹബൂൻ, അപ്പോൾ നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്, എന്തുകൊണ്ടാണ് ഇത് സ്വീകരിക്കാത്തത്? എന്താണ് നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള തടസ്സം? നിങ്ങൾ വലിയ സാഹിത്യത്തിൻ്റെയും നിങ്ങൾ വലിയ ബുദ്ധിയുടെയൊക്കെ കാര്യം പറഞ്ഞു. ഇതാ ഖുർആൻ അതിന് ഏറ്റവും ഉന്നതമായ ബുദ്ധിയെ സ്വീകരിക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ സാഹിത്യ ഭംഗിയുള്ളതുമായ ഖുർആനാണ്. എന്താണ് ഖുർആൻ സ്വീകരിക്കാതെ നിങ്ങൾ പിന്നോട്ട് പോകുന്നത്? അതുപോലെ നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പുകഴ്ത്തുകയും ഇഷ്ടപ്പെടുകയും വിശ്വസ്തനാണെന്ന് പറയുകയും ചെയ്ത ആളുകളാണ്. നിങ്ങളുടെയൊക്കെ നാവുകൾ കൊണ്ട് അദ്ദേഹം വിശ്വസ്തനാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഇതാ പറയുന്നു അദ്ദേഹം കള്ളനാണ്, അദ്ദേഹം സാഹിറാണ്. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ അദ്ദേഹം നിങ്ങൾ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ശിർക്കൻ പ്രവർത്തനങ്ങളും അവിടുന്ന് ചെയ്തിട്ടില്ല. അവിടുന്ന് ചെറിയ പ്രായം മുതൽ ഈ രൂപത്തിലുള്ള സാഹിറന്മാരുമായിട്ടോ കാഹിനന്മാരുമായിട്ടോ ജ്യോത്സ്യന്മാരായിട്ടോ ഒന്നും അവിടുന്ന് ബന്ധമുണ്ടായിരുന്ന ആളെയല്ല. നിങ്ങൾക്കത് കൃത്യമായി അറിയാം. അങ്ങനെ ശുദ്ധനായ ഒരാളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുതൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അറിയേണ്ടതാണ് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളാണ് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അതുപോലെ നിങ്ങൾ പറഞ്ഞു നോക്കി, ഇത് ഏതോ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്കറിയാം അദ്ദേഹം ഖുർആനായി പറഞ്ഞു തന്നത് നിങ്ങളൊക്കെ സംസാരിക്കുന്ന ശുദ്ധമായ അറബി ഭാഷയിലാണ്. ഇത് മറ്റേതെങ്കിലുമൊക്കെ നാട്ടുകാർക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമല്ല. അറബികൾക്ക് പോലും കൊണ്ടുവരാൻ പറ്റാത്തത് ഇത് ഏതെങ്കിലും ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കഴിഞ്ഞുപോയ വേദഗ്രന്ഥം ബാക്കിയുള്ളതിൽ നിന്ന് കൊണ്ടുവരാനോ അത് ഓതി കൊടുക്കുവാനോ ഒരാൾക്കും ഭൂമി ലോകത്ത് അന്നില്ല. അങ്ങനെ ആർക്കാണ് സാധിക്കുക? ശുദ്ധമായ അറബി ഭാഷ സംസാരിക്കുന്ന മക്കയിലുള്ള ഖുറൈശികൾ. നിങ്ങൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കലാമുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിയോഗിച്ചു. അത് ആർക്കാണ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിക്കുക? ആർക്കാണ് കൊണ്ടുകൊടുക്കാൻ സാധിക്കുക? ഒന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എവിടെയാണ് ഈ പോകുന്നത്? നിങ്ങളുടെ ബുദ്ധി എന്തു പറ്റി? നിങ്ങളുടെ ബുദ്ധിക്ക് എന്തു പറ്റി? എന്ത് തകരാറാണ് പറ്റിയത്? എന്താണ് ഇതൊന്നും സ്വീകരിക്കാതെ നിങ്ങളിങ്ങനെ പോകുന്നത്? എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, തീർച്ചയായും ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു തആലയുടെ ഉത്ബോധനമാണത്. ദിക്റാണ് ഈ ഖുർആനാണ് ഇവിടെ ദിക്ർ എന്ന് പറഞ്ഞത്. മനുഷ്യർക്കും ജിന്നുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അറബികൾക്കും അനറബികൾക്കും എല്ലാമുള്ള ഒരു ഉത്ബോധനമായിട്ടാണ് ഈ ഖുർആനിനെ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ആ ഖുർആൻ കൊണ്ട് ആർക്കാണ് ഹിദായത്തിലെത്താൻ സാധിക്കുക? ലിമൻ ശാഅ മിൻകും അയ്യസ്തഖീം, നിങ്ങളിൽ നിന്നും ഹിദായത്തിലാകണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക്. അതങ്ങനെ ചിന്ത വേണം, എനിക്ക് നന്നാകണം എന്ന ചിന്ത വേണം, ശരിയാകണം എന്നുള്ള ചിന്ത വേണം. അങ്ങനെ നല്ല കൽബുമായിട്ട് അതിനോട് മുന്നിടുന്ന ആളുകൾക്ക് അല്ലാഹു തആല പറയുന്നു, ലിമൻ ശാഅ മിൻകും അയ്യസ്തഖീം, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഹിദായത്ത്, ഈ ദിക്ർ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും, അവർക്ക് നേരെ നിലകൊള്ളാൻ സാധിക്കും. പക്ഷേ വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അങ്ങനെ എല്ലാവർക്കും ഉദ്ദേശിക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ അയ്യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാലേ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അഥവാ അള്ളാഹുവിൻ്റെ മശീഅത്തിൻ്റെ കീഴിലായിരിക്കും, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൻ്റെ കീഴിലായിരിക്കും മനുഷ്യരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശം. മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കുകയില്ല. നമ്മൾ നേരത്തെ ഇത് വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിനർത്ഥം അല്ലാഹു തആല ചിലരോട് അനീതി കാണിക്കുമെന്നും എന്നിട്ട് അവർക്ക് ഹിദായത്ത് തടയുമെന്നും അല്ല. അല്ലെങ്കിൽ ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഹിദായത്ത് നൽകും, അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുന്ന കൽബുകൾ അതിന് യോജിച്ച, അതിനർഹതയുള്ള കൽബുകൾക്കാണ്, അവർക്കാണ് ലഭിക്കുക. അതുകൊണ്ട് അങ്ങനെ യോജിക്കാത്ത കൽബുകൾക്ക് വെറുതെ ഉദ്ദേശിച്ചതുകൊണ്ട് കിട്ടുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹുവിനെ അറിയാം. നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. നിങ്ങൾ അതിന് യോജിച്ചവരാണോ? നിങ്ങളുടെ കൽബിൽ ആത്മാർത്ഥതയുണ്ടോ? സത്യസന്ധതയുണ്ടോ? അള്ളാഹുവിനോടുള്ള മഹബ്ബത്തുണ്ടോ? സ്നേഹമുണ്ടോ? എന്നുള്ളത് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കൽബുണ്ടെങ്കിൽ
ദുനിയാവിൻ്റെ ഏത് കോണിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിലേക്ക് അവൻ എത്തിക്കുന്നതായിരിക്കും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചതുപോലെ അങ്ങനെയുള്ള നല്ലൊരു കൽബുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവിടെ ചിലപ്പോൾ ഇസ്ലാമിൻ്റെ പേര് പോലും ഉണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശരിയായതിലേക്ക് അവനെ വഴി നടത്തുന്നതായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ. ഇനി അതല്ലെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുശ്രിക്കുകളിൽ നിന്നും സംരക്ഷിക്കാൻ അതിനുള്ള എല്ലാ പ്രാപ്തിയും അതിനുള്ള കഴിവുമുണ്ടായി അങ്ങനെ ചെയ്തിരുന്ന അബൂ താലിബിന് സാധിച്ചിട്ടില്ല. കാരണം അയാളുടെ കൽബ് അതിന് യോജിച്ചതായിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഹിദായത്ത് നൽകാതിരുന്നത് എന്നാണ് പറഞ്ഞത്. ലിമൻ ഷാ മിൻകും അൻ യസ്തഖീം വമാ തശാഉന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ സൂറത്തിൽ അതിലാദ്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന ഭയാനകമായ രംഗങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ആ ആയത്തുകളുടെ അവസാനത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചെയ്യുന്ന നന്മകളും തിന്മകളുമൊക്കെ ഹാജരാക്കപ്പെടുമെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് അള്ളാഹു തആല അവൻ്റെ പ്രധാനപ്പെട്ട ചില പടപ്പുകളെ സത്യം ചെയ്തുകൊണ്ട് ഈ ഖുർആനിനെക്കുറിച്ചും ആ ഖുർആൻ കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെക്കുറിച്ചും ആ ഖുർആൻ നൽകപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും അവരെക്കുറിച്ചുമെല്ലാം അവരുടെ സത്യസന്ധതയെ അള്ളാഹു തആല സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം ഇത്ര കൃത്യമായി ഖുർആൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഖുർആനെ സ്വീകരിക്കാൻ എന്താണ് തടസ്സം? ആകാശലോകത്ത് അങ്ങേയറ്റം അള്ളാഹുവിനെ അനുസരിക്കുന്നതായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, വിശ്വസ്തനായ ഒരു ജിബ്രീലിനെ കൊണ്ടുവന്ന് അള്ളാഹു തആല ഖുർആനിനെ ഭൂമിയിൽ ഏറ്റവും വിശ്വസ്തനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ദുനിയാവിലുള്ള ജനങ്ങൾക്ക് അള്ളാഹു തആല എത്തിച്ചു നൽകി. പിന്നെ എന്ത് ഞൊണ്ടി ന്യായം പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഖുർആനിൽ നിന്നും അകലാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇത്തരം സൂറത്തുകൾ യഥാർത്ഥത്തിൽ പരലോകത്തിനു വേണ്ടി നന്നായി പണിയെടുക്കാനും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്യാനും അതിന് വർധനവുണ്ടാകാനും സഹായകമാകേണ്ടതുണ്ട്. അള്ളാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.